ഹായ് ഫ്രണ്ട്സ്, മാധുര്യം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. എന്നാലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും എല്ലാവരും കാണണേ. ഇതൊരു സിമ്പിൾ ഡ്രസ്സാണ്. വരും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാ നല്ല 2 പഴുത്ത് തക്കാളി എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ടെസ്റ്റിന് ആവശ്യമുള്ള പുളിയും ചേർക്കണം. ഇത് ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അധികം പുളിപ്പ് ആവശ്യമില്ല നമുക്ക് രസത്തിന്. നോക്കൂ, ഇത് നമുക്ക് ഈ തക്കാളി മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നോക്കൂ, നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. വെന്തിട്ടുണ്ട്. തക്കാളിയുടെ സ്കിന്നെല്ലാം നോക്കൂ വെന്ത് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. കണ്ടോ? മതി. നമുക്കിത് ഓഫ് ചെയ്തിട്ട് അത് ചൂടാറാൻ നമുക്ക് വെക്കണം. അതിനോട് നമുക്ക് പൊടി റെഡിയാക്കി എടുക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുഴുവനുള്ള മല്ലി, 1 ടീസ്പൂൺ ജീരകം, വളരെ കുറച്ച് 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ വറമുളക് ഒരെണ്ണം, പിന്നെ കായം. ഞാൻ ഈ കട്ടിക്കായാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇതിൽ തന്നെ ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് വളരെ നൈസായിട്ട് പൊടിക്കരുത്, ജസ്റ്റ് ഒന്ന് തരിതരപ്പോട് കൂടി ഉണ്ടാവണം കേട്ടോ. നോക്കൂ, ഇപ്പോൾ ഇതുപോലെ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു 6-7 വെളുത്തുള്ളി, വളരെ ചെറിയ ചെറിയ അല്ലിയാണ്, അതുകൊണ്ട് ഞാൻ അത്ര എടുത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. നോക്കൂ, ഇതുപോലെ. ഇനി നമുക്ക് ഒരു ചൂടായ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായത് കുറച്ച് കടുക്, കുറച്ച് ജീരകം, വളരെ കുറച്ച് കേട്ടോ, ഒരു 1/4 ടീസ്പൂണും കുറച്ച് മതിയാകും. 2 വറമുളക്. അതേപോലെ ഞാനൊരു 7-8 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ച് അതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഇപ്പോൾ ഇതെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച പൊടി അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. സിമ്മിൽ തന്നെ വെച്ചോളൂ. കരിഞ്ഞാൽ നമുക്ക് രസത്തിൻ്റെ ടേസ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആവും കേട്ടോ. അപ്പോൾ ഈ പൊടിയുടെ റോ സ്മെല്ലെല്ലാം നമുക്ക് പോയി കിട്ടും. ഇപ്പം നമ്മൾ വേവിച്ച ടൊമാറ്റോ ഉണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിൻ്റെ തോല് എടുത്ത് കളഞ്ഞതിന് ശേഷം വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതും എല്ലാം എടുത്തു. അപ്പം നമ്മൾക്ക് ആ വേവിച്ച വെള്ളത്തിൽ പുളിയുണ്ട്, അത് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നോക്കൂ, ഇപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ എത്ര വെള്ളം ആവശ്യമുണ്ടോ അത്ര വെള്ളം നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല മഴയെല്ലാം തണുപ്പായി, നമ്മുടെ സമ്മർ തീർന്നു. ഇപ്പം നമുക്കിത് നല്ലൊരു ടേസ്റ്റി രസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നോക്കൂ, ഒത്തിരി വെട്ടി തിളയ്ക്കരുത്. അതുപോലെ തിള വന്നാൽ ഉടനെ തന്നെ കുറച്ച് മല്ലിയിലയും, ഇപ്പോൾ കായം കട്ടിക്കായം എല്ലാം പൊടി ഉപയോഗിക്കുന്നവരും ഈ സ്റ്റേജിൽ പൊടിയിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.